നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, വിശുദ്ധ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങൾക്കൊരുമിച്ച് ഈ ആലയത്തിൽ തിരുസന്നിധിയിലായിരിക്കുവാൻ, അങ്ങേ ആത്മാവിനും സത്യത്തിലും ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാണമേ. അങ്ങ് നൽകുന്ന ആശ്വാസവും അങ്ങ് നൽകുന്ന സമാധാനവും ഒക്കെയും അനുഭവിച്ചുകൊണ്ട് ആയിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ഒന്നാമത്തെ ഗീതം നമുക്ക് പാടാം. ഗീതം 1. ഒന്നാമത്തെ ഗീതം: അത്യുന്നതന് വന്ദനം, അവൻ കൃപയ്ക്ക് സ്തോത്രം.
ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേൻ. ഇവിടെ നിശ്ചയമായി ദൈവഭാവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും ദിവ്യ ചൊൽക്കുറികളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മോട് സമീപിച്ചു വന്നിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധി നിൽപ്പാൻ യോഗ്യമില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം നമ്മുടെ പാപം ഏറ്റുപറയുക. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കഴിഞ്ഞ രാഴ്ചപ്പെട്ടക്കാലം മുഴുവൻ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യവും കാവലും കൂട്ടായ്മയും നമ്മോട് കൂടെയിരുന്നു. ദൈവം നമ്മെ അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് വഴി നടത്തി. ദൈവം നമ്മോട് വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായിട്ട് കൂടെയിരുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ ചിന്തയിലും നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചു പോയ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേറ്റ് പറയാം. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് നമ്മെ വീണ്ടും ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിനയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ കുറവുകളെയും പോരായ്മകളെയും നമ്മുടെ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും നമുക്ക് ഈ സമയത്ത് ഏറ്റുപറയാം. അനുതാപ ഹൃദയത്തോടുകൂടി 9ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. എഴുന്നു ഞാൻ, എഴുന്നു ഞാൻ. പാഠത്തിന് പിറകിലുള്ള 4ാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്വപിതാവേ, അരിഷപ്പാവയുടെ അടയങ്ങൾ തിരുമുൽ സങ്കടത്തോടെ സ്വീകരിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഞങ്ങൾ തിരുകൽപ്പനകൾ പലപ്പോഴും പലവിധത്തിലും ലംഘിച്ചിരിക്കുന്നു. അഗാധ വിചാരങ്ങളാലും വാക്കുകളാലും ക്രിയകളാലും പലവിധേന അവിശ്വാസം, നന്ദിയുടെ ചതി എന്നിവയാലും വീണ്ടും പോലെ സഹോദരന്മാരെ സ്നേഹിക്കാതിരുന്നാലും വളരെ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ന്യായവിധിക്ക് നിത്യമരണത്തിന് കൂടെ യോഗ്യരായി തീർന്നിരിക്കുന്നു. ഈ സകല പാപങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് അനുതാപവും മനോവേദനയുമുണ്ട്. ഞങ്ങളുടെ കടങ്ങളെ കവിയുന്ന ദൈവകൃപയിലുണ്ടായി വന്നതും യേശുക്രിസ്തു മുഖാന്തരം സാധ്യമായതുമായ വിലയേറെ മുണ്ടെടുപ്പില്ലാതെ ഞങ്ങൾ യാതൊരു ആശ്വാസ വഴിയും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സർവ്വപാപങ്ങളെ സൗജന്യമായി ക്ഷമിച്ച് തിരുകൂട്ടായ്മ ഞങ്ങളെ ചേർത്ത് ജീവന്റെ പുതുക്കത്തിലും പ്രജ്ഞയുടെ കൂടെയും തിരുസേവ ചെയ്യുവാൻ പരിശുദ്ധാത്മാനായി ഞങ്ങൾ വിശദീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ.
പാപത്തെ ഓർത്ത് യഥാർത്ഥമായി ദുഃഖിച്ച് പശ്ചാത്താപപ്പെടുന്നവരും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൽ നിർവ്യാജ്യം വിശ്വസിക്കുന്നവരും ആയുള്ളവരെ, മനസ്സും ജീവിതവും പുതുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും പാപമോചനമുണ്ടെന്ന് വിശുദ്ധ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആശ്വാസകരമായ സ്ഥിരവചനങ്ങൾ കേട്ടുകൊള്ളുവിൻ. സർവശക്തനായ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയിട്ട് നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന തൻ്റെ വാത്സല്യപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ സർവ്വപാപങ്ങളെയും ക്ഷമിച്ചു തരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിനും കൽപ്പനയ്ക്കും അനുസാരമായി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളുടെ സർവ്വപാപങ്ങളുടെയും മോചനത്തെ നിങ്ങളോട് അറിയിക്കുന്നു. എന്നാൽ അനുതാപം ഇല്ലാത്തവരും അവിശ്വാസികളും അവരുടെ പാപങ്ങൾ അവരെ നിർത്തിയിരിക്കുന്നു എന്നും അവർ മനസ്സ് തിരിയാത്ത പക്ഷം ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വസിക്കും എന്നുകൂടി അറിയിക്കുന്നത് നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും തിരുകൽപ്പന പ്രകാരവും ആകുന്നു. ആമേൻ. നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സിലുള്ള പിതാവേ, നിങ്ങളോട് സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി കൊള്ളരുതാത്ത ഞങ്ങൾ ഉള്ളഴിഞ്ഞ നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചു കൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും മീതെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹം നിമിത്തവും തിരുവചന വിശുദ്ധ ചൊർക്കുറികൾ യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിൻ്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയത് നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമേൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പരമാർത്ഥമായി നന്ദി കാണിപ്പാനും തിരുസേവയ്ക്കായി ഞങ്ങളെ മുഴുവനും സമർപ്പിച്ചും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തിരുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചുകൊണ്ട് അധരങ്ങളാൽ മാത്രമല്ല നടപ്പിനാലും കൂടെ തിരുസ്തുതിയെ വർണ്ണിപ്പാനും തൃക്കാരണങ്ങൾ വേണ്ടുവണ്ണം ബോധിപ്പാനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതൊക്കെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. വാഴ്ത്തപ്പെട്ട പുത്രന് പിതാവിനോട് പരിശുദ്ധാത്മാവിനോട് കൂടെ സദാകാലവും സകല ബഹുമാനവും മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ സ്തോത്ര സങ്കീർത്തനങ്ങളിൽ 34-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി ഏറ്റുപറയാം. 214 പുറത്തുള്ള 34-ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. ആമേൻ. സഭയ്ക്കിരിക്കാം. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 17-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം പാടാം. ഗീതം 17. അഭക്തർ ചൊല്ലും പോലെ നടക്കാതെ നിൽക്കാതെ ദുഷ്ടരുടെ മാർഗത്തിൽ. 1-ാമത്തെയും 2-ാമത്തെയും ചരണം. No.
സഭയ്ക്കിരിക്കാം. കൃത്വത്തിൽ പിന്നെ 4-ാം ഞായറായ ഇന്നത്തേക്ക് വായ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 19 വരെയും പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുമാകുന്നു. പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 19 വരെയുള്ള ദൈവവചനങ്ങളെ കേട്ടുകൊള്ളുവീൻ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ. എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായി. നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു, അത് വടക്കുനിന്ന് പ്രത്യക്ഷമായി വരുന്നുവെന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, വടക്കുനിന്ന് ദേശത്തിലെ സർവ്വനിവാസികൾക്കും അനർത്ഥം വരും. ഞാൻ വടക്കേ രാജ്യങ്ങളിലെ വംശങ്ങളെയൊക്കെയും വിളിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വന്ന് ഓരോരുത്തൻ താന്താൻ്റെ സിംഹാസനം യെരുശലേമിൻ്റെ പടിവാതിലുകളുടെ പ്രവേശനത്തിങ്കലും ചുറ്റും അതിൻ്റെ എല്ലാ മതിലുകൾക്കു നേരെയും യഹൂദയിലെ എല്ലാ പട്ടണങ്ങൾക്കു നേരെയും വയ്ക്കും. അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെയും കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കും. ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കാം. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുകളുമാക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചവസാനിച്ചു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി നാം പാടിയ 17-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം പാടാം. 17-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം. ദുഷ്ടൻ പതിർ അവനെ കാറ്റ് പാറ്റും എന്ന്. പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെ. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു.
അവരും ഉടനെ പടകിനെയും അപ്പിനെയും വിട്ട് അവനെ അനുഗമിച്ചു. ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ച് അവസാനിച്ചു. മനസ്സിലുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തൻ്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കാനും ക്രിസ്തുയേശുവിൽ നമ്മെ തൻ്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശികളാകുവാൻ ക്ഷണിച്ചിരിക്കാനും തന്നെയുള്ള വിശ്വാസം ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ചെല്ലുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം സ്വീകരിച്ച് ചൊല്ലാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായിരിക്കുന്ന ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവന് പരിശുദ്ധാത്മാന മറിയ എന്ന കരയിൽ ഉൽപാദനായി ജനിച്ച് പുതിയസ് പിലാത്തോസിന് കീഴിൽ കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗാരോഹണമായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായപ്രമാണം നൽകുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ് ശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിലും ശരീരത്തോടെ ജീവിച്ചെഴുന്നേൽക്കുന്നതിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്ക് എല്ലാവർക്കും ഇരിക്കാം. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതു വഴിപാടായിട്ട് ലഭിച്ചത് 9511 രൂപ. ജന്മദിന സ്തോത്രദാനമായിട്ട് ലഭിച്ചത് 1650 രൂപ. പുറഫണ്ടിലേക്ക് ലഭിച്ചത് 2500 രൂപ. സൺഡേ സ്കൂൾ ഓപ്പർട്ടറി ആയിട്ട് ലഭിച്ചത് 447 രൂപ. അങ്ങനെ ആകെ 14,108 രൂപ. 11/7/2025 വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സ്തോത്രാഴ്ചയായിട്ട് ലഭിച്ചത് 405 രൂപ. കഴിഞ്ഞ ആഴ്ചകളിൽ അനൗൺസ് ചെയ്തതുപോലെ കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി അതിൻ്റെ ഫിനാൻസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഭ അവിടുത്തെ ഫാക്കൽറ്റി സന്ദർശിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അവിടെ ഫാക്കൽറ്റിയായിട്ട് പ്രവർത്തിക്കുന്ന മിസ്സിസ് സജ്ജു മേരി കൊച്ചമ്മ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള റെജിയേച്ചൻ്റെ പ്രിയതമയാണ്. അവർ നമ്മുടെ സഭയിൽ ഇന്നത്തെ ഈ ഒരു ആരാധനയിൽ നമ്മോട് കൂടെ ആയിരിക്കുന്നു. പ്രിയ കൊച്ചമ്മയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ഒരു കൂട്ടായ്മയിലേക്ക്, ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഭ മുൻകാലങ്ങളിൽ നമ്മുടെ സെമിനാരിയെ നല്ല രീതിയിൽ വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പ്രകാരം നമ്മുടെ CSI സഭ അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏക സെമിനാരിയാണ് കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയ്ക്ക് സെമിനാരിയോട് വളരെ ആഴമേറിയിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല നമ്മുടെ സഭയിൽ നിന്ന് വന്ന ശുശ്രൂഷകരും നമ്മുടെ മഹാടയിൽ നിന്ന് വന്നിട്ടുള്ള അനേകം ശുശ്രൂഷകരും പഠിച്ചിരിക്കുന്നത് നമ്മുടെ കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നാണ്. നേരത്തെ നമ്മുടെ സഭയിലംഗമായിരുന്ന EP വിജയൻ അച്ഛൻ, ഡോക്ടർ EP വിജയൻ അച്ഛൻ സെമിനാരിയിൽ ദീർഘകാലം സേവനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഏകദേശം 3000-ഓളം മിഷണറിമാർ CSIക്കുണ്ട്. കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരെ എല്ലാം ട്രെയിൻ ചെയ്യുന്നതും നമ്മുടെ സെമിനാരിയാണ്. അതുകൊണ്ട് സെമിനാരിയുടെ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ വളരെ വലുതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെയുള്ള സപ്പോർട്ട് ഈ കാലത്തും ചെയ്യണം എന്ന് അറിയിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം ഡോർ കളക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സെമിനാരിക്ക് വേണ്ടി എല്ലാവരും അകമഴിഞ്ഞ് സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു.
വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 10:30 മണിക്ക് ഉപവാസ പ്രാർത്ഥനയും വൈകുന്നേരം 7 മണിക്ക് വെള്ളിയാഴ്ച കൂട്ടായ്മ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. കഴിയുന്ന എല്ലാവരും ഈ പ്രാർത്ഥനകളിൽ സംബന്ധിക്കണമെന്ന് അറിയിക്കുന്നു. ഒരു കുടുംബം സെമിനാരി ഫണ്ടിലേക്ക് 1000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരോടുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ പരസ്യപ്പെടുത്തിയതുപോലെ നമ്മുടെ സോവാറിൻ്റെ റൂഫിൻ്റെ വർക്കിൻ്റെ കൊട്ടേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് ഗ്രൂപ്പിൽ ലഭ്യമാണ്. അതുകൊണ്ട് നാളെയാണ് ഈ കൊട്ടേഷൻ നൽകേണ്ട അവസാന തീയതി. നാളെ വൈകുന്നേരം 5 മണിയോടുകൂടി അത് ചെയർമാനെ ഏൽപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കൊട്ടേഷൻ കാര്യമായിട്ട് പരിശോധിക്കുകയും കൊട്ടേഷൻ തരുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ വൈകുന്നേരം 5 മണിയോടുകൂടി ഏൽപ്പിക്കേണ്ടതുമാണ് എന്ന കാര്യം അറിയിക്കുന്നു. നമ്മുടെ സഭാംഗമായ എബനേസർ പോൾ ഇല്ലത്ത് പറമ്പിൽ 74 വയസ്സ് 7/7/2025 കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അന്ത്യശുശ്രൂഷ 8/7/2025 വൈകുന്നേരം കൊടക്കൽ പള്ളി സെമിത്തേരിയിൽ നടത്തപ്പെടുകയുണ്ടായി. വേർപാടിൻ്റെ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തെ സഭ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഇവിടെ സഭയുടെ അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. റീത്ത ജോയ്സ് ഇല്ലത്ത് പറമ്പ, സത്യനാഥ് റോയ് വിൽസൺ, ഹെബി ഹേമന്ത് കല്ലുവളപ്പിൽ, നേഹ നിക്സൺ അറുകണ്ടൻ, ഡേവിഡ് റൈമണ്ട് പന്തലാത്ത്, റേച്ചൽ ക്ലാരിക്കൽ, വിൽസൺ ലെസ്നി മോഹൻ കണ്ണത്ത്, ജെനിഫർ ജൂലിയ പ്ലങ്കാലത്ത്, എലിസബത്ത് പ്രേമ കൊയപ്പ, വിവിയൻ ജോയ്കുമാർ കാരാട്ട്, പ്രദീപ് ജേക്കബ് പരഞ്ചോതി, സനിത ജെയ്സി മടായി, നിവിൻ ബിജോയ് മാണിയൂർ, സാവിയോൺ കെയിൻ ഫോസ്റ്റർ പറങ്ങത്ത്, ആൻസിയ മേരി മൺറോൾ, ഹേമലത ജോസ് വൈൻ. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ വിവാഹവാർഷികം കൊണ്ടാടിയവരെയും മറ്റ് പലവിധമായിട്ടുള്ള ദൈവ കൃപകൾ ലഭിച്ചുകൊണ്ട് നന്ദിയോടുകൂടി ആയിരിക്കുന്നവരെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. 231 ഗീതത്തിൻ്റെ 1-ാമത്തെ ചരണം. വിശ്വസ്തനാം അതേ വിശ്വസ്തനാം എൻ ദൈവമായവൻ. ഞങ്ങളുടെ ജീവൻ്റെ നാഥനും ജീവൻ്റെ പരിപാലകനുമായ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ സഭയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കഴിഞ്ഞൊരു വർഷം മുഴുവൻ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യവും കാവലും കൂട്ടായ്മയും പ്രിയപ്പെട്ടവരുടെ കൂടെയായിരുന്നു.
അതിശയകരമായി അത്ഭുതകരമായി ദൈവം വഴി നടത്തി ഒരു പുതിയ വർഷത്തിലേക്ക് അങ്ങ് അനുഗ്രഹിച്ച് കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് കർത്താവെ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവെ, പുതിയ വർഷത്തിലും അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം പ്രിയപ്പെട്ട മക്കളോട് കൂടെ ഇരിക്കുമാറണമേ. അവർക്ക് വേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള സുഖത്തെയും ആരോഗ്യത്തെയും ദൈവിക കൃപകളെയും എല്ലാം നൽകി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആയിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പുതിയ വർഷം പ്രിയ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ വർഷമാക്കണമേ എന്നപേക്ഷിക്കുന്നു. വിവാഹവാർഷികം കൊണ്ടാടിയവരും ഞങ്ങളുടെ സമയത്ത് ഓർക്കുന്നു. കർത്താവ് ജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് അങ്ങ് പ്രിയപ്പെട്ട മക്കളെ കുടുംബമായിട്ട് കൊണ്ടുവന്നല്ലോ. കർത്താവ് ഈ പുതിയ വർഷത്തിലും ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങ് നൽകുന്ന സന്തോഷവും സമാധാനവും, അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളും, അങ്ങ് നൽകുന്ന സ്നേഹവും ഒക്കെ പരസ്പരം പങ്കിട്ടുകൊണ്ട് ദൈവാശ്രയത്തോടു കൂടിയായിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. ഈ പുതിയ വർഷം പ്രിയ മക്കളുടെ ജീവിതത്തിലും ഏറ്റവും നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു വർഷമാക്കണം. പലവിധമായിട്ടുള്ള ദൈവകൃപകൾ, നന്മകൾ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നന്ദിയോടുകൂടി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം തുടർന്നും അവരോട് കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്നപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളോട് കൂടെ എന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വഴിപാടുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ 145 ഗീതം പാടാം. ഗീതം 145. മശിഹായിൽ വിളങ്ങും സ്നേഹം ഞാൻ വിസ്മയിച്ച് ആരാധിപ്പേൻ. Yeah.
നമുക്ക് ഈ വഴിപാടുകളെ ദിവസത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ സ്വർഗീയ പിതാവേ, ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന സഭയുടെ എളിയ കാഴ്ചയെ വിശുദ്ധീകരിച്ച് സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഓരോരുവനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കയാൽ നമുക്ക് പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ ഞങ്ങൾ കേൾക്കണമേ എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായി പറയാം. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ. സാർവത്രിക തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനും കാരണവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവേ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ കാത്തുകൊള്ളുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നൽകി തിരുസഭയുടെ സാക്ഷ്യം സഫലമാക്കണമേ. അന്യമതസ്ഥർക്ക് വിശ്വാസവും മാനസാന്തരവും നൽകുകയും ഇസ്രായേലിൻ്റെ ചിതറിപ്പോയ ആടുകളെ ചേർത്തുകൊള്ളുകയും ചെയ്യണമേ. ഞെരുക്കത്തിലും പീഡനകളിലും ഇരിക്കുന്ന സഭകളെ ഞങ്ങൾ പ്രത്യേകമായും തിരുമുമ്പിൽ ഓർക്കുന്നു. ആ സഭകൾക്ക് ജ്ഞാനവും ഫലവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. ആമേൻ. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ എല്ലാ മിഷൻ സംഘങ്ങളെയും സഭകളെയും ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയുടെ മുപ്പയങ്ങളെയും പരിപാലക സംഘങ്ങളെയും സുനദോസിനെയും തിരുസഭയിലുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാനാൽ നടത്തണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരിപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും പോറ്റി വളർത്തുവാൻ ഏർപ്പെട്ടിട്ടുള്ളവരുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ സത്യത്തിലേക്ക് നടത്തണമേ. അനാഥർ, വിധവുമാർ, അഗതികൾ, പീഡിതർ എന്നിവരെ കാത്തു പുലർത്തണമേ. രോഗികൾക്കും വയോവൃദ്ധന്മാർക്കും മരണം അടുത്തവർക്കും സമീപസ്ഥനാകണമേ. ആമേൻ. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. കൃപാനിധിയായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ മേലധികാരികളായ എല്ലാ ഭരണകർത്താക്കന്മാരെയും തൃക്കാവലിലും കൃപയിലും പരമേൽപ്പിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെ പരിപാലിച്ച് നടത്തണമേ. അധികാരസ്ഥന്മാരായ എല്ലാവർക്കും പക്ഷപാതം കൂടാതെ നീതിയോടെ ഞങ്ങളെ ഭരിപ്പാൻ ജ്ഞാനവും വിവേകവും നൽകണമേ. ഞങ്ങളുടെ ബാധ കണ്ടെത്തിയും അതിലുള്ള നിവാസികൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരിലും കരുണയും സമാധാനവും നിലനിന്നു പോരുവാൻ തുണയ്ക്കണമേ. ആമേൻ. വൈദിക വിദ്യാലയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കണ്ണമൂലയിൽ പ്രവർത്തിക്കുന്ന കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി നമുക്ക് ഈ സമയത്ത് ഓർക്കാം. എല്ലാ വൈദിക വിദ്യാലയങ്ങളിന്മേലും തിരുപ്രസാദം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ അവർക്ക് വേണ്ടി യാചിക്കുന്നു. അവയിലെ ഗുരുജനങ്ങൾ എല്ലാവരും വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയാൽ കാത്തുകൊള്ളുന്ന ദൈവ മനുഷ്യരായിരിക്കാൻ സംഗതി വരുത്തണമേ. അവയിലെ എല്ലാ വിദ്യാർത്ഥികളും ദിവ്യസത്യത്തെ താഴ്മയും കൃതജ്ഞതയും ഉള്ള മനസ്സോടുകൂടെ സ്വീകരിച്ച് തങ്ങളുടെ വിളിക്ക് യോഗ്യമാകും വണ്ണം നടപ്പാൻ ഇടവരുത്തണമേ. ആമേൻ. രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. അവർ തങ്ങൾക്കുള്ള ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവ്യ കൈകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കടത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിന് നീക്കം വന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്ന് നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുടച്ചു കളയുന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ. ദുരസ്ഥരായ മിത്രങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ഞങ്ങളുമായി സ്നേഹബാന്ധവത്തിലായിരിക്കുന്ന എല്ലാവരെയും തിരുക്കരുണാക്കാവലിൽ പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായി ഞങ്ങളിൽ നിന്നും അകന്ന് ദൂര രാജ്യങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരുടെ മധ്യേ സന്നിധാനം ചെയ്യണമേ. തിരുകൂട്ടായ്മ അകന്നിരിപ്പാൻ അവരാരെയും സമ്മതിക്കാതെ ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ ഞങ്ങളോടൊന്നിച്ച് അവരെയും കാത്ത് സൂക്ഷിച്ചുകൊള്ളണമേ.
ആമേൻ. ലോകസമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സകല മനുഷ്യരുടെ ഹൃദയത്തിൽ സമാധാനത്തിനായുള്ള ഉണ്മയായ ആകാംക്ഷ ഉജ്ജ്വലിപ്പിക്കണമേ. ഭൂമിയിലെ സകല വംശങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി കൂടി ആലോചിക്കുന്ന എല്ലാവരെയും നിർമ്മലവും സമാധാനപരവുമായ ദിവ്യജ്ഞാനത്താൽ വഴി നടത്തണമേ. യുദ്ധ മത്സരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവസ്നേഹത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് സർവ്വഭൂമിയും നിറയുമാറാക്കണമേ. ആമേൻ. ഒടുവിലായി നമ്മുടെ മരണനാഴികയും നാം ഓർക്കുക. വിശുദ്ധ ദൂതന്മാർ ഞങ്ങളുടെ ചുറ്റും പാളയമിറങ്ങി. ഇപ്പോൾ ജീവമാർഗത്തിനും പിന്നീട് ഞങ്ങളുടെ മരണനാഴികയിൽ ഞങ്ങളെ കാത്തുകൊള്ളുന്നതിന് സഹായിക്കണമേ. മഹാകാരണവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിനയമായി യാചിക്കുന്നത് കേൾക്കണമേ. ആമേൻ. ആമേൻ. വിശുദ്ധ വചനധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി 151 ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം പാടാം. 151 ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം. അതിനുശേഷം നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന സച്ചു മേരി കൊച്ചമ്മ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. സ്വവംശം യേശു രക്ഷിപ്പാൻ വിളങ്ങി ഭൂമിയിൽ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഈ ദിവ്യാലയത്തിൽ കർത്താവെ വരുവാൻ തക്കോണം അങ്ങ് ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി സ്തോത്രം. ഈ വിശുദ്ധ ആരാധനയിൽ ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങ് ഞങ്ങളെ അവിടുന്ന് പ്രാപ്തിപ്പെടുത്തണമേ. അങ്ങേ ആരാധിക്കുവാനും അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ധ്യാനിക്കുവാനും ഞങ്ങളുടെ ഇവിടുത്തെ വചനം ഞങ്ങൾ ഉൾക്കൊള്ളുവാനും
കർത്താവെ അവിടുത്തെ ആരാധനയുള്ള സമൂഹമായി ജീവിക്കുവാനും പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. അവിടുന്ന് മുൻപേ പോയി എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി അവിടുത്തെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തി ഞങ്ങളെ തന്നെ അവിടുന്നേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇപ്രകാരം ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഈ ആലയത്തിൽ ഒരു 7-8 വർഷം കഴിഞ്ഞ് തിരികെ വരുവാൻ തക്കോണം അവിടുന്ന് ദൈവം തന്ന സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ ആലയത്തിൻ്റെ ഒരു പ്രത്യേകമായ പങ്ക് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ റെജു അച്ഛൻ ഇവിടെ ശുശ്രൂഷ തുടങ്ങുവാൻ, പ്രത്യേകിച്ചും ഓർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തുടക്കത്തിൽ ഇടുവാനായിട്ടും ഇവിടുന്ന് കിട്ടിയ സ്നേഹവും ആ ശുശ്രൂഷ ഞങ്ങൾക്ക് വളരെ അധികമാണ്. മുൻപോട്ടുള്ള യാത്രയിൽ പ്രത്യേകിച്ചും ഞങ്ങൾ ഇവിടുന്ന് മണിമൂലിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് പോകുന്നതും അതൊക്കെ ഞങ്ങളുടെ ഓർമ്മയിൽ ഉണ്ട്. ആ സ്നേഹത്തിൽ മുൻപോട്ട് പോകാൻ പ്രത്യേകിച്ചും റെജി അച്ഛനാണ് തുടങ്ങിയത്. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇവിടെ വരുവാനായിട്ട് സാധിച്ചില്ല, ഞങ്ങൾ വേറെ സ്ഥലത്തായിരുന്നു. എന്നാൽ അച്ഛന് ഇവിടുത്തെ ഓരോരുത്തരെയും അറിയുവാനും പല ഫെലോഷിപ്പിൽ പോകുന്നതും പല കാര്യങ്ങൾ അനുഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ പലരും ചോദിച്ചു, ആ ഒരു ബന്ധം തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കൊടയ്ക്കൽ തിരികെ വരുവാൻ, ഇവിടെ വചനം സംസാരിക്കുവാൻ ദൈവം തന്ന ഒരു അവസരമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ, ഇന്നലെ വന്നപ്പോൾ തന്നെ ഈ ഒരു സ്നേഹ ശുശ്രൂഷ എനിക്ക് ഒരു ചെറിയ രീതിയിൽ പോലും അനുഭവിക്കുവാനായിട്ട് ഇടയായി. പ്രത്യേകിച്ചും ഇവിടുത്തെ വികാരി അച്ഛൻ ബർണറ്റച്ഛനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ ഈ ഒരു ഞങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഒരുക്കിയതിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വരുവാനായിട്ടും ഞങ്ങളുടെ താമസം എല്ലാം ഒരുക്കി തന്നു. സബി ചേച്ചിയുടെ വീട്ടിലും അനിയേട്ടൻ്റെ വീട്ടിലും അവിടെ ആയിരുന്നു. ഈ സഭയുടെ ഒരു പ്രതീകമായിട്ട് ഞാൻ കാണുന്നു അവിടെ കിട്ടിയ സ്നേഹവും സൽക്കാരവും. ഇന്നലെ ഡൂഡു ചേച്ചിയെ കാണാനായിട്ട് ഇടയായി. അങ്ങനെ ഈ സഭയിൽ വളരെ ശക്തമായൊരു ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നു എന്നൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്നു. ഒരു വിശ്വാസ സമൂഹത്തിന് വലിയൊരു പങ്കുള്ളതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ കണ്ണമൂല സെമിനാരിയെ റെപ്രസെൻറ്റ് ചെയ്ത് ഇവിടെ വരുവാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ചും ഇവിടുത്തെ പാസ്റ്ററായിരിക്കുന്ന അച്ഛൻ തന്നെ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കുമ്പോൾ ധാരാളം സെമിനാരിയെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ടും സെമിനാരിയുടെ കാര്യങ്ങൾ പറയാനും നിങ്ങൾക്ക് നേരിട്ട് കാണുവാനായിട്ടും സഹായിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചും ഈ സെമിനാരി സൺഡേ ആയിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ സെമിനാരിയുടെ ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കണ്ണമൂല സെമിനാരി അച്ഛൻ സൂചിപ്പിച്ച പോലെ ഈ കേരളത്തിലെ പ്രത്യേകിച്ചും 6 ഡയസിസിൻ്റെ ഒരു സെമിനാരിയാണല്ലോ. ഈ 6 ഡയസിസിനെ റെപ്രസെൻ്റ് ചെയ്ത ഏക സെമിനാരി CSI സെമിനാരി. അവിടെ ഇന്ന് 160 പരം റെഗുലർ സ്റ്റുഡൻസ് ഉണ്ട്. 160 റെഗുലർ സ്റ്റുഡൻസ് BD-ക്കായിട്ടും, BD എന്ന് പറയുമ്പോൾ 4 ഇയർ പഠിത്തം പ്ലസ് അല്ലെങ്കിൽ 5 ഇയർ പഠിത്തം, 12th കഴിഞ്ഞാണെങ്കിൽ 5 വർഷത്തെ പഠിത്തം, ഇംഗ്ലീഷ് മീഡിയവും മലയാളവും മീഡിയവും, 1 ഇയറിലെ DRS എന്ന് പറഞ്ഞ ഒരു ഡിപ്ലോമ ഇൻ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നുള്ള പഠിത്തം, ഡിഗ്രി ഇൻ ക്ലിനിക്കൽ ആൻഡ് പാസ്റ്ററൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ 1 ഇയർ കൗൺസിലിംഗ് കോഴ്സ് ഈ സെമിനാരി ഓഫർ ചെയ്യുന്നു. അങ്ങനെ റെസിഡൻഷ്യലായിട്ട് ആ ഒരു ക്യാമ്പസിൽ, മനോഹരമായ ഒരു ക്യാമ്പസിൽ, തിരുവനന്തപുരത്ത് നമുക്ക് സഭയ്ക്ക് ആയിട്ട് നൽകിയിരിക്കുന്ന ആ ഒരു ക്യാമ്പസിൽ ഈ കോഴ്സുകൾ നടക്കുവാനായിട്ട് അവിടുന്ന് ഒരുക്കുന്നു. ഇത് കൂടാതെ തന്നെ പല ഓൺലൈൻ കോഴ്സസ് നടക്കുന്നു. നമ്മളെ ഓരോ സഭകളെയും വിശ്വാസികളെ ബലപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് ഓൺലൈൻ കോഴ്സസ് നടക്കുന്നു. എല്ലാ ആഴ്ചകൾ നടക്കുന്നതുണ്ട്.
അത് പിന്നെ അതിൻ്റെ ഒരു ഗ്രാജുവേഷൻ നടക്കുന്നതായിട്ടൊക്കെ കാണാം. അതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽസ് പറയാം. നമ്മൾ അതിലൊക്കെ പല രീതിയിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. കോഴ്സസിൽ ജോയിൻ ചെയ്ത് പങ്കെടുക്കുവാനായിട്ട് പറ്റും. ഇവിടുന്ന് തന്നെ അനേകർ ഇവിടെ ഒരു പാരമ്പര്യമുണ്ട്. അനേകർ ശുശ്രൂഷകരെ വാർത്തെടുക്കുവാൻ തക്കോണം ഈ സഭ ഒരു വേദിയായിട്ടുണ്ട്. സഭയുടെ ഒരു ഓൺലൈൻ മിനിസ്ട്രി, ഒരു ഓൺഗോയിങ് മിനിസ്ട്രി പ്രാപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അനേകരെ ഇവിടുന്ന് അയച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അനേക ശുശ്രൂഷകരുടെ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുള്ളവരും ഇവിടെ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു. അപ്പം ശുശ്രൂഷകരല്ല, മിഷണറീസ് അല്ല, ഇവാഞ്ചലിസ്റ്റ് അല്ല, ഇവിടെ നിന്ന് ബന്ധമുള്ള പലരും ഉണ്ട്. ഇതിനെക്കാട്ടി അപ്പുറത്തായിട്ട് ഇന്നിവിടെ പല രീതിയിൽ മിനിസ്ട്രിയിൽ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇനി ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഔട്ട് സ്റ്റേഷനിൽ ഇവിടുന്ന് ചേച്ചി പോയിട്ട് ഇരിക്കുന്നു. ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ ആവശ്യം വന്നപ്പോൾ ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് പോയിരിക്കുന്നു ഡ്യൂട്ടി ചേച്ചി. അപ്പം അങ്ങനെ പല രീതിയിൽ ഈ സഭയുടെ കോൺട്രിബ്യൂഷനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇവിടെ സെമിനാരി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ സെമിനാരിയെ നടത്തുന്നത് പ്രത്യേകിച്ചും ഒരു ഫിനാൻസ് ക്യാമ്പയിനായിട്ട് ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടും നമ്മളിൽ നിന്ന് ഫണ്ട്സ് റേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സെമിനാരി ഒരു മിഷണറി പല മിഷണറീസിനെ അയക്കുകയും സഭയുടെ ലീഡർഷിപ്പിനെ ഒരു വാർത്തെടുക്കുന്ന ഒരു സമൂഹമായിട്ട് കാണുമ്പോൾ ഇത് ഫോറിൻ കോൺട്രിബ്യൂഷൻസ്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു മാറുന്ന സാഹചര്യത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വളരെ പരിമിതമായിരിക്കുമ്പോൾ നമ്മൾ നടത്തപ്പെടുന്ന ഒരു സെമിനാരിയായി മാറണം. അതിന് തന്നെ നമ്മളുടെ സഭകൾ, നമ്മളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ എല്ലാ രീതിയിലുള്ള കോൺട്രിബ്യൂഷനും വളരെ വിലയേറിയതാണ്. ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ നീഡ് ഞാൻ പറയുവാണെങ്കിൽ, നമ്മളുടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു വർഷം 1,05,000 രൂപയാണ് ഒരു സ്റ്റുഡൻറ്റിന് ചിലവാകുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ എങ്ങനെ നമ്മൾക്കതിനകത്ത് പങ്കാളികൾ ആകുമെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റിനെ മുഴുവനായിട്ട് ഒരു വർഷം സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ മാസം ഞാൻ ഇത്രയും, ഇപ്പോൾ ഒരു 1,05,000 ആണെങ്കിൽ അതിൻ്റെ ഒരു മാസം 9,000 വരും. 9,000 രൂപ ഞാൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു മാസത്തെ എക്സ്പെൻസ് ഞാൻ എടുക്കും. ഇത് ഈ നമ്മളുടെയായ കഴിവുകൾ അനുസരിച്ച് ഈ ഒരു ശുശ്രൂഷ ഇത്ര മാത്രം ഞാൻ ഒരു സ്പോൺസർ ചെയ്യാനായിട്ട് തയ്യാറാണെന്നുള്ള ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് പല രീതിയിൽ, അത് ഒറ്റ ഘട്ടമായിട്ടല്ല, പല ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് പേ ചെയ്ത് സഭയുടെ ഈ ഒരു സെമിനാരിയുടെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. അതിനുവേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, നമുക്ക് തന്നിരിക്കുന്ന ജോലി സാധ്യതകൾ, നമ്മൾക്ക് കിട്ടിയ കാഴ്ചപ്പാടുകൾ, വിശ്വാസ സമൂഹമായിട്ട് ഈ നാളുകൾ തലമുറകളായി കൈമാറിയ വിശ്വാസ സമൂഹമായി നമ്മൾ ഇന്ന് നിൽക്കുമ്പോൾ നമ്മൾ അനേകരോട് കടപ്പെട്ടവരാണ്. കണ്ടതും കാണാത്തവരുമായിട്ടുള്ള കടപ്പെട്ടവരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിലവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലവരെ കണ്ടിട്ടുണ്ടാവും, ചിലവരെ കാണാത്തതുണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് സഭയ്ക്കൊരു വളരെ നിർണായകമായ പങ്കുണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ അതിനകത്ത് നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ, ആ വലിയ കോൺട്രിബ്യൂഷൻ അത് ഈ തലമുറയിലല്ല, അത് വരും തലമുറയിൽ അത് മുൻപോട്ട് പോകുമ്പോൾ അതിന് വലിയൊരു ദൃശ്യമായ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും. അങ്ങനെ നമ്മളെ തന്നെ സമർപ്പിക്കാം. പല രീതിയിലുള്ള അച്ഛൻ ഓർപ്പിച്ച പോലെ ഇതിൻ്റെ ഈ ആരാധനയ്ക്ക് അവസാനമായി നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റായിട്ട് വിചാരിക്കാം. ഇതല്ലാതെ തന്നെ ചില ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് തന്നെ ജോയിൻ ചെയ്യാം. ഓൺലൈൻ കോഴ്സുകളിൽ ഞങ്ങൾ ബൈബിൾ പഠിക്കണം, ബൈബിളിൽ വളരാൻ, പരിജ്ഞാനത്തിൽ വളരാൻ, അതിന് ഓൺലൈൻ കോഴ്സസ് ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുമായിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിച്ചാൽ നമ്മൾ ഈ സർവീസ് കഴിയുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ നിങ്ങൾക്ക് പല വാട്സാപ്പ് ഗ്രൂപ്പ്സുകളുണ്ടാവും, അതിനകത്തുള്ള ഡീറ്റെയിൽസും ഒക്കെ തരാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഈ ശുശ്രൂഷയിൽ ഒരുമിച്ച് പങ്കാളികളാകാനായിട്ട് സാധിക്കും. പല രീതിയിൽ അതെങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ച് അതിൽ നമ്മൾക്ക് മുൻപോട്ട് പോകാം. ഇന്ന് പ്രത്യേകിച്ചും തിയോളജിക്കൽ സൺഡേ ആയിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ, സിനഡായിട്ട് തിയോളജിക്കൽ സൺഡേ ആയിട്ട് ആചരിക്കുമ്പോൾ
വേദപുസ്തക വിദ്യാഭ്യാസത്തിൻ്റെ ഈ ഒരു ഞായറായിട്ട് നിൽക്കുമ്പോൾ കണ്ണുമുല്ല സെമിനാരിയെ നമ്മൾ ഓർക്കുന്നതും അതൊരു വളരെ കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ വേദഭാഗം, ഈ ഒരു വേദഭാഗം നമ്മൾക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇന്ന് വായിച്ച വേദഭാഗം അല്ലാതെ ഞാൻ രണ്ട് വേദഭാഗങ്ങൾ എടുക്കുന്നു. ആ വേദഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ വചനധ്യാനത്തിനായി നമുക്ക് കുറച്ച് നിമിഷം ചെലവഴിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 തൊട്ട് 9 ഉള്ള വാക്യവും, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 തൊട്ട് 9, 1 തിമോത്തിയോസ് 6-ാം അധ്യായം 11 തൊട്ട് 16 ഉള്ള വാക്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഈ തിയോളജിക്കൽ സൺഡേ വേദപുസ്തകം വിശ്വാസ സമൂഹത്തിനെ ഒരു ഭക്തരെ അല്ലെങ്കിൽ ഒരു വിശ്വസ്തനെ എത്രമാത്രം വാർത്തെടുക്കുവാനായിട്ട് സാധ്യമാണ്, അല്ലെ നമ്മളുടെ പ്രോട്ടസ്റ്റന്റ് കമ്മ്യൂണിറ്റിയിൽ സ്ക്രിപ്ചർ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നും സ്ക്രിപ്ചറിൻ്റെ ഒരു ദൈനംദിന ജീവിതം നമ്മളെ നയിക്കുവാൻ, നമ്മുടെ ഒരു വിശ്വാസ കാഴ്ചപ്പാടിനെ ഒരുക്കുവാനും രൂപപ്പെടുത്തുവാനും ലോകത്തെയും സമൂഹത്തെയും കാണുവാൻ തക്കോണം എന്തുമാത്രം ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ ഒരു സമയം നമ്മളിടയാക്കും. ഈ രണ്ട് വേദഭാഗം പ്രത്യേകിച്ചും മത്തായി എഴുതിയ സുവിശേഷത്തിലെ 13-ാം അധ്യായം 1 തൊട്ട് 9 വരെ ഞാൻ ഈ ഒരു ധ്യാനത്തിനായിട്ട് ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്ന നർച്ചറിങ് എ തിയോളജിക്കൽ കമ്മ്യൂണിറ്റി, ഒരു ദൈവശാസ്ത്രപരമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ടുള്ള നമ്മുടെ പങ്ക്, ദൈവശാസ്ത്രപരമായി നമ്മെ തന്നെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ വേദഭാഗത്തിൽ കൂടി കാണുന്നത്. അപ്പം ദൈവശാസ്ത്രപരമായ വാർത്തെടുക്കൽ എന്ന് പറയുമ്പോൾ അത് വെറും പാസ്റ്റേഴ്സിനോ വെറും സെമിനാരിയിലെ ചില ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഓരോ വിശ്വാസികളായിട്ടുള്ളവർ എങ്ങനെ ഈ വേദ വായനയിൽ കൂടി അല്ലെങ്കിൽ ദൈവപരിജ്ഞാനത്തിൽ നമ്മൾ വളരും, ദൈവപരിജ്ഞാനത്തിൽ കൂടി വളരുമ്പോൾ നമ്മളുടെ പങ്ക് എങ്ങനെയായിരിക്കും, നമ്മളുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കും, നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും, നമ്മൾ ജോലിയോടുള്ള നമ്മളുടെ സമീപനം എങ്ങനെയായിരിക്കും, നമ്മൾ മറ്റുള്ളവരോടുള്ള സമീപനം എങ്ങനെയായിരിക്കും, നമ്മൾ ലോകത്തോടുള്ള സമീപനം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം ഈ വേദപുസ്തകം നമ്മളെ രൂപപ്പെടുത്തും. അങ്ങനെയുള്ള വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയെ നമ്മളെ ഓരോരുത്തരെയും ഈ വചനധ്യാനം ഇടയാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ നിരന്തരമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ദിവസത്തെ പ്രക്രിയയല്ല, നിരന്തരമായി കിട്ടുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഈ വേദഭാഗം പ്രത്യേകിച്ചും നമ്മുടെ ഈ സുവിശേഷത്തിൽ ഇന്ന് വേദഭാഗം വായിക്കാത്തതുകൊണ്ട് മറ്റ് സുവിശേഷത്തിലെ 13-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം ഒരു വിതയ്ക്കുന്ന ഒരു ഉപമയാണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ് വിതയ്ക്കുന്ന ഉപമ. ആ പല ഇടങ്ങളിലായിട്ട് വീഴുന്നതായിട്ട് നമുക്കറിയാം. വീഴുമ്പോൾ പല രീതിയിൽ അതിൻ്റെ വിത്ത് മുളച്ച് പല ഫലം കായ്ക്കുന്നതായിട്ട് നമുക്ക് അറിയാം. 30, 60, 100 മേന് ഒരു ഫലം കായ്ക്കുന്നതായിട്ടുള്ള ആ ഒരു ഉപമ നമുക്കറിയാം. ഈ സമൂഹത്തിൽ നമ്മൾ പ്രത്യേകിച്ചും ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കണം, തിയോളജിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു, ഒരു സമൂഹമാണെന്ന് ഞാൻ പറഞ്ഞു, ഇനി ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സെമിനാരി പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. അപ്പം നമ്മളുമുണ്ട്, നമ്മൾ ചേരുന്ന സഭയുണ്ട്, ഇനി ഈ സഭകളെ ഉണ്ടാക്കിയ സഭകളെ ലീഡർഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു സെമിനാരി പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇവർ 3 പേരും കണക്റ്റഡ് ആണ്. 3 പേരിലും ഒരു തിയോളജിക്കൽ ഫോർമേഷൻ ഉണ്ടാവണം. 3 പേരിലും ഒരു ദൈവശാസ്ത്രപരമായ ഒരു ദർശനം ഉണ്ടാവണം. സൺഡേ സ്കൂൾ തൊട്ട് നമ്മുടെ എല്ലാ ഇടങ്ങളിലും ഈ ഒരു ദർശനം ഉണ്ടാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ വളർന്ന് നമ്മളൊരു തിയോളജിക്കൽ ദർശനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെടണം എന്നുള്ളതാണ് നമ്മളുടെ ഈ വേദപുസ്തകം കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മളുടെ ഈ വിശ്വാസം എന്ന് പറയുന്ന ഇവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു വിശ്വാസമല്ല, പുറത്തോട്ട് ആ വിശ്വാസത്തിൻ്റെ ഒരു ദൃശ്യ പ്രകടനം ഉണ്ടാവണം.
ദൃശ്യമായിട്ടുള്ളൊരു പ്രകടനം ഉണ്ടാകണം. അപ്പോൾ ആ ദൃശ്യമായിട്ടുള്ള പ്രകടനം ഉണ്ടാകണമെങ്കിൽ നമ്മളിലുള്ള ആ ഒരു തിയോളജിക്കൽ ഫോർമേഷനാണ്, എന്നിലുള്ള ആ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു രൂപാന്തരമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ഉപമയിൽ കൂടി കാണുന്ന ഒന്നാമത്തെ ഭാഗം ഞാൻ ഈ ഒരു വിഷയമായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കോൾ ടു ഫ്രൂട്ട്ഫുൾനെസ്, ഫലം കായ്ക്കുവാനായിട്ടുള്ള ഒരു വിളി. ഒന്നാമത്തെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫലം കായ്ക്കുവാനായിട്ടുള്ള ഒരു വിളിക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ഉപമയിൽ നമുക്കറിയാം, വിത്ത് വിതച്ചപ്പോൾ അത് അവസാനം നമ്മൾ കാണുന്നത് അത് വിത്ത് പോയി വീണ് അത് നല്ല ഇടങ്ങളിൽ വീണപ്പോൾ, നല്ല സ്ഥലത്ത് വീണപ്പോൾ അത് 30, 60, 100 അത് പുറപ്പെട്ടു, അത് വലുതായതായിട്ടാണ് പറയുന്നത്, അതിൻ്റെ റിസൾട്ട് കണ്ടതായിട്ടാണ് പറയുന്നത്. അപ്പം നമ്മളിൽ ഒരു വലിയൊരു കോൾ ടു ഫ്രൂട്ട്ഫുൾനെസ്, നമുക്ക് റിസൾട്ട് ഉണ്ടാവണം. റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു വിളിയാണ്. നമ്മളുടെ ജീവിതം കാരണം കൊണ്ട് അനേകരിൽ ഈ വിത്ത് പല രീതിയിൽ അതിൻ്റെതായ റിസൾട്ട്സ് ഉണ്ടാവണം. എങ്ങനെയാണ് ഈ വിത്ത്, നമ്മളെങ്ങനെ ഈ റിസൾട്ട് എന്ന് പറയുന്നത്? ഒരാൾ മറ്റുള്ളവരെ കൊണ്ട്, അല്ലെങ്കിൽ സഭയിൽ 5 പേരുണ്ടായിരുന്നു അത് 10 ആയി, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചും ഈ സുവിശേഷ ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ, മത്തായി എഴുതിയിരിക്കുന്ന സുവിശേഷം നമ്മൾ നോക്കുന്നുണ്ടേ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഇതിന് കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ നമ്പറുകളൊക്കെ പറയുമ്പോൾ വിശ്വാസ സമൂഹത്തെ അങ്ങ് വളർത്തുക എന്നുള്ളതല്ല. ഈ സുവിശേഷകൻ പ്രത്യേകിച്ചും ആദ്യത്തെ സുവിശേഷത്തിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത് പല രീതിയിൽ. ഇത് 12-ാം അധ്യായത്തിൽ ഇതിൻ്റെ കുറച്ച് ആരെങ്കിലും ഒരാൾ വായിക്കുമ്പോൾ നമുക്ക് 12-ാം അധ്യായത്തിലെ 18 തൊട്ട് 21 വരെ 18 തൊട്ട് 21 വരെ വായിക്കുമ്പോൾ നമുക്ക് ഈ എങ്ങനെയുള്ള ഒരു ധാർമ്മിക ബോധമാണ് ഒരു വിശ്വസ്തനായ ദാസനിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 12-ാം അധ്യായം 18-ാം വാക്യം തൊട്ട്. അത്രേ ഉള്ളൂ. 18 തൊട്ട് 21 വാക്ക് അതൊരു കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ദാസൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം. അവൻ ആരെയും ഉടയ്ക്കുകയില്ല. നീതി അന്വേഷിക്കുന്ന ഒരാളായിട്ട്, ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നീതി അന്വേഷിക്കുന്നവരായിട്ട് കാണുന്ന സഭാവിശ്വാസികളായിട്ടുള്ളവർ, നമ്മൾ ഫലം കായ്ക്കുന്ന പറയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം ആദ്യം തൊട്ട് അവസാനം വരെ കാണുന്നത് ഫലം കായ്ക്കുന്നതെന്ന് വെച്ചാൽ നീതിക്കായി കാംക്ഷിക്കുന്നവർ, നീതി പ്രവർത്തിക്കുന്നവർ, നീതി ചിന്തിക്കുന്നവർ, നീതിക്ക് ഒരു ഹയർ നീതി, ഒരു ഹയറായിട്ടുള്ള നീതി ബോധം നമ്മളിൽ ഉളവാകുവാനായിട്ടാണ്. ആ നീതിബോധത്തോടെ ജീവിക്കുമ്പോൾ അനീതി കാണുന്നിടത്ത് നമ്മൾ ഇടപെടും, അനീതി കാണുമ്പോൾ നമ്മൾ സങ്കടപ്പെടും. വ്യക്തി എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ട്, എന്തെങ്കിലും റൈറ്റ്സിൻ്റെ വയലേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ഇടപെടാനായിട്ട് തോന്നും. ഇത് എൻ്റേതല്ല, ഞാൻ മാറി നിൽക്കട്ടെ എന്നുള്ളതല്ല. ഉയർന്ന നീതി എന്ന് പറയുമ്പോൾ ഈ എവിടൊക്കെ അനീതി നടക്കുന്നോ ആ അനീതിയിൽ എൻ്റെ മനസ്സ് കലുഷിതമാവും. ആ ഒരു നീതിബോധത്തിനാണ് മത്തായി എഴുതിയ സുവിശേഷത്തിന് വേണ്ടി ഒരു ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങളുടെ വിശ്വാസ പാരമ്പര്യം എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ഈ സുവിശേഷകൻ വളരെ ശക്തമായി പറഞ്ഞു. യഹൂദന്മാർക്ക് എഴുതുമ്പോൾ യഹൂദന്മാരോട് പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനാണ്, ന്യായപ്രമാണത്തെ മാറ്റി നിർത്തുവാനായിട്ടല്ല, ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനായിട്ടാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആ നിവർത്തിക്കുന്നത് എങ്ങനെയാണ്? ന്യായപ്രമാണത്തിലെ നീതിബോധം യേശു ക്രിസ്തുവിൻ്റെ സമൂഹം ഉയർത്തിക്കാട്ടണം. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ കാണണം എന്നുള്ള ഒരു കാര്യം. നമ്മളപ്പോൾ ഈ ഒരു ഉപമയിൽ നമ്മൾ പല രീതിയിൽ റിസൾട്ട് കാണുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചേർത്ത് വായിക്കാം. നീതിബോധത്തിൽ ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കണമേ. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മളുടെ സമൂഹത്തിൽ, നമ്മുടെ വിശ്വാസതലം പല രീതിയിൽ ആകാനിടയാവണമേ.
ലോക സമൂഹം കാണാനായിട്ട് ഇടയാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു നീതിബോധത്തിൽ വളരണം. നമ്മുടെ കൊച്ചു മക്കൾ പല ജോലി സാധ്യതയ്ക്ക് വേണ്ടി നോക്കുമ്പോൾ ഈ നീതിബോധത്തോടെ ജോലി ചെയ്യുവാനായിട്ട് ഇടയാകണം. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ ഒരു നീതിബോധത്തോടെ ലോകത്തിൽ ദൈവമേ നീതി ഉണ്ടാവണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പം എ കോൾ ടു ഫ്രൂട്ട്ഫുൾനെസ്, 30, 60, 100 ആ ഇനത്തിൽ ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ ഉയർന്ന നീതിക്കായി നമ്മൾ ആഗ്രഹിക്കുക, നീതിക്കായി കാംക്ഷിക്കുക, നീതിക്കായി ദാഹിക്കുന്നവർ എന്നുള്ള ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ഈ ഉപമയിൽ കൂടി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എ കോൾ ടു ദ കൺസ്ട്രെയിൻസ്. ഈ വിതച്ചപ്പോൾ അതങ്ങനെ 30, 60, 100 കായ്ച്ചില്ല. നോക്കിയപ്പോൾ ചിലത് അത് വീണപ്പോൾ, ആ നിലത്തിൽ വീണപ്പോൾ തന്നെ അത് പോയി. ചിലത് പാറമേൽ വീണപ്പോൾ തന്നെ അത് പാറമേൽ വീണതുകൊണ്ട് അതിന് വേര് വന്നില്ല. ചിലത് വന്നത് മുള്ളിൽ വീണപ്പോഴത്തേക്ക് അത് പല കാര്യങ്ങളായി വളരാനായിട്ട് സഹായിച്ചില്ല. അപ്പം രണ്ടാമത് നമ്മൾ ഫലം കായ്ക്കാതിരിക്കാനായിട്ടുള്ള ചില ഒരു റെസ്ട്രെയിൻസ്, അല്ലെങ്കിൽ ഞാൻ അത് കൺസ്ട്രെയിൻസ് അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് മുൻപോട്ട് പോകാതെ ഇരിക്കാനായിട്ടുള്ള പ്രതിസന്ധികൾ ധാരാളമുണ്ടാവും. വളരെ എളുപ്പമായിരിക്കില്ല, ധാരാളമുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരായിരിക്കുക. ഈ ലോകത്തിൽ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള എന്നെ പ്രതിസന്ധികൾ ഉണ്ടാവും. ആ പ്രതിസന്ധികൾ എന്നെ വളരാതിരിക്കാൻ, ഇപ്പോൾ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ, നമ്മൾ ഈ ഫലം കായ്ക്കാതിരിക്കാൻ എൻ്റെ കാര്യം നോക്കിയപ്പോൾ ഞാൻ ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും, ഞാൻ ചിലപ്പോൾ എൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ പോകും. അങ്ങനെ അതൊക്കെ നമ്മുടെ പ്രതിസന്ധികളാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഉയർന്ന നീതി മാത്രമേ എൻ്റെ ഒരു മനസ്സിൽ ആഗ്രഹമുള്ളൂ. ആ നീതിബോധത്തോടെ ഇന്ന് ഞാൻ ഉണ്ടെങ്കിൽ നാളെ ഇതിലേക്കാട്ടി ഉയർന്നതായിരിക്കും. എൻ്റെ പിതാവായ ദൈവം എങ്ങനെ ഒരു നീതിബോധത്തുള്ളവന് അതിലേക്ക് എനിക്ക് വളരുവാനായിട്ടാണ് വിശ്വാസ സമൂഹത്തെ ദൈവം വിളിക്കുന്നത്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ധാരാളമായ പ്രതിസന്ധികളുണ്ട്. നമ്മളെ തന്നെ നമുക്കൊന്ന് നോക്കാം, തിരിഞ്ഞു നോക്കാം. എന്ത് പ്രതിസന്ധിയാണ് എനിക്ക് ഉയരാത്തത്? ഇത് മതി, വിശ്വാസം ജീവിതം ഇങ്ങനെ മതി എന്ന് ചിന്തിച്ചാൽ നമ്മളിൽ തന്നെ ഒതുങ്ങും. നമ്മുടെ സമൂഹത്തിലെ ഒരു കാര്യങ്ങളും മനസ്സിലാക്കാതെ, അവരോട് ഇടപെടാതെ, അവരെ അറിയാതെ, അവരുടെ പ്രയാസങ്ങൾ അറിയാതെ, അവരുടെ വേദനയിൽ പങ്കാളികളാകാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതത്തിൽ മാത്രം ചുരുങ്ങി ജീവിക്കാൻ പല രീതിയിലുള്ള നമ്മുടെ സ്വഭാവത്തിലുള്ള ഈ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. മൂന്നാമത്, ഇത് വിത്ത് വീഴുമ്പോൾ ഫലം കായ്ക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറയുന്നു. മൂന്നാമത്തെ പറയുന്ന, ആദ്യം നമ്മളുടെ പ്രതിസന്ധികളെ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുവാണെങ്കിൽ, മൂന്നാമത് ഈ ഉപമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നല്ല നിലത്തിൽ വീണ് കഴിഞ്ഞാൽ, ഒരു വിത്ത് നിലത്തിൽ വീണ് കഴിഞ്ഞാൽ അതിന് സാധ്യതകൾ അനേകമാണ്. അത് ഒരു ചെറിയ വിത്ത് പല രീതിയിലാണ്, പല തലത്തിലാണ് അത് ഫലം കായ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക. വിത്ത് എന്നിൽ ക്രിയ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി അപ്പുറത്തായിട്ട് ഫലം കായ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ സാധ്യതകൾ വളരെ ചുരുങ്ങിയതാണ്, പക്ഷേ ആ സാധ്യതകൾ അതിനെ വളർത്തുവാൻ, അതിനെ മുൻപോട്ട് പോകാൻ, നമ്മൾ കാണുന്നതിനെക്കാട്ടി അപ്പുറത്തോട്ട് പോകാനായിട്ടുള്ള ആ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കാം. ഈ ഉപമയിൽ പറയുന്നത്, വിത്ത് എന്ന് പറയുന്ന ദൈവവചനം, വീഴുന്ന നിലം, ആ നിലമാണ് നമ്മളായിരിക്കുന്ന സാഹചര്യം. ദൈവവചനം നമ്മളിലായിരിക്കുന്ന സാഹചര്യത്തിൽ, നമ്മളുടെ സമൂഹത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ആയിരിക്കുന്ന ഏത് സ്ഥലത്താണ്, ഏത് സാഹചര്യം ആയിക്കോട്ടെ, ആ സ്ഥലത്ത് ഫലം കായ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾക്കൊരു മാറി നിന്നുള്ള ഫലം കായനില്ല. ഈ സാഹചര്യങ്ങൾ മാറിപ്പോയായിരുന്നെങ്കിൽ ഞാനൊരു വിശ്വാസ സമൂഹമായി വന്നേനെ, അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. നമ്മളുടെയൊക്കെ പല രീതിയിലുള്ള പ്രയാസഘട്ടങ്ങൾ, പല രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. അവിടെ ദൈവവചനം ഫലം കായ്ക്കും എന്നുള്ള ഒരു വലിയൊരു സാധ്യത, ചിന്തയാണ് നമ്മളെ ഇന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത്. ഈ സാധ്യതകളിലേക്ക് വളരാനായിട്ട് നമ്മെ ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു.
1 തിമോത്തിയോസിൽ ഇത് തന്നെ ഈ ഒരു കാര്യം നമ്മൾ ചേർത്ത് വായിക്കാം. 1 തിമോത്തിയോസ് 6:11-11 വരെ. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതേ കാര്യം. ഈ ഫലം കായ്ക്കുവാനായിട്ട് ഒരു ദൈവ ശുശ്രൂഷകനെ നമ്മൾ ഓരോരുത്തരും ദൈവ ശുശ്രൂഷകരായിട്ട് ഈ സമൂഹത്തിൽ ദൈവം നട്ടുവെച്ചിരിക്കുകയാണ്. ഓരോരുത്തരെയും, അത് പ്രായ വ്യത്യാസമില്ലാതെ. പ്രത്യേകിച്ച് ഞാൻ ഈ സഭയിൽ കണ്ടത് പ്രായവ്യത്യാസമില്ലാതെ, ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും ഒരു പങ്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരൊരുമിച്ച് ഒരുപോലെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. ഞങ്ങൾ താമസിച്ച അനിയേട്ടനെയും സബിചേച്ചിയുടെയും വീടിന് അനിയേട്ടൻ ഒരു കാലം വരെ നല്ല ഒരു പബ്ലിക് ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പബ്ലിക് ലൈഫിലേക്ക് ചേച്ചിയെ വിട്ട് സഭയുടെ പ്രവർത്തനത്തിനായി ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഇവിടെ അനേകരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ ആ വിഷനിലേക്ക് മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ 1 തിമോത്തിയോസ് 6 അധ്യായം 11-12 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അവിടെ ചില കാര്യങ്ങൾ ദൈവഭക്തനെ അവിടെ ഓർമ്മിപ്പിക്കുന്നു. തിമോത്തിയോസിനെ അവിടെ ഓർമ്മിപ്പിക്കുന്ന തിമോത്തിയോസ് അല്ലെങ്കിൽ ഒരു ദൈവദാസനെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകാനായിട്ട് എന്തൊക്കെയായിരിക്കണം. ചില കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് മുൻപോട്ട് പോകണം, മുൻപോട്ട് നീ കാണണം, ദൈവദാസനെ നീ ചെയ്യണം എന്ന് കാര്യങ്ങൾ പറയുന്നു. ഭക്തിയെ നീ അന്വേഷിക്കണം, ചില കാര്യങ്ങൾ വേണ്ടാതെ വെക്കണം എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾക്ക് വായിക്കുമ്പോൾ ചിലതിനെ വേണ്ടാന്ന് വെക്കുകയും ചിലതിനെ മനഃപൂർവ്വമായി ഏറ്റെടുത്ത് മുൻപോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കണം എന്ന് അവിടെ ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാകുമ്പോഴാണ് നമ്മളെയൊക്കെ ഓരോരുത്തരെയും വാർത്തെടുക്കുന്ന ഒരു ശുശ്രൂഷ. ആ വാർത്തെടുക്കുന്ന ശുശ്രൂഷയിൽ നമ്മളെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇങ്ങനെ ഒരു ഫലം കായ്ക്കുവാനായിട്ട് നമ്മൾ 3 ചിന്തകളാണ് പറഞ്ഞത്. ഫലം കായ്ക്കുവാനായിട്ടുള്ളൊരു വിളിക്കാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മളാരും നമ്മളിൽ തന്നെ ഒതുങ്ങാനായിട്ടുള്ളതല്ല. ഒരു ഫലം കായ്ക്കുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എപ്രകാരം, എത്രമാത്രമാണ് നമ്മുടെ ഫലം? എപ്പോഴും പറയുമല്ലോ, സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന്. പ്രായഭേദം സ്കൈ ആണ്. എപ്പോഴും വളരാനായിട്ടുള്ളൊരു സാധ്യത നമ്മളിലുണ്ട്. ദൈവവചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത്, ഇതിന് തടസ്സമായിട്ടുള്ള ധാരാളമായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ ഈ പ്രതിസന്ധികളെ മറികടക്കുവാനായിട്ടുള്ള സാധ്യതകളെ പൂർത്തീകരിക്കുവാൻ തക്കോണം ദൈവവചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നുള്ള ഒരു കാര്യം 1 തിമോത്തിയോസിൽ വീണ്ടും വഹിക്കുന്നു. ആ ദൈവം ആരാണെന്നുള്ളൊരു കാര്യം, ശക്തമായ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ഈ ധ്യാനം അവസാനിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തിയോളജിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ളത് അത് വെറും ഒരു സെമിനാരിയിൽ അല്ലെങ്കിൽ ചില പാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും ഓരോ പങ്കുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ക്രിപ്ചർ, വേദപുസ്തകം എന്ന് പറയുന്ന അതൊരു ഫോർമുല ബുക്കായിട്ട് മാറ്റി നിൽക്കുവാനായിട്ടുള്ളതല്ല. വേദപുസ്തകം നമ്മുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് ഒരു രൂപാന്തരം വരുത്തുന്ന ഒരു പ്രക്രിയയായി മാറണം എന്നുള്ളതാണ്. വിശ്വാസ സമൂഹത്തെ നിർത്തണം എന്നുള്ളതാണ്. നമ്മൾ വേദപുസ്തകം നോക്കുമ്പോൾ വിശ്വാസ സമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ വിശ്വാസ സമൂഹം എങ്ങനെ ലോകത്തിൽ പല കാര്യങ്ങൾ കണ്ടു, ദൈവാനുഭവത്തെ അവരെങ്ങനെ അനുഭവിച്ചു, അതാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ ഉൽപ്പത്തി പുസ്തകം പറയുമ്പോൾ അവിടെ ഒരു ചരിത്രത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, മറിച്ച് വിശ്വാസ സമൂഹം ദൈവം സൃഷ്ടാവാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ, വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് സ്ക്രിപ്ചർ മുഴുവനായിട്ടും കാണുന്നത്. വിശ്വാസ സമൂഹമാണ് മുൻപിൽ കാണുന്നത്. ഇന്ന് അതേ വേദപുസ്തകം ക്രിയ ചെയ്യണമെങ്കിൽ വിശ്വാസ സമൂഹത്തിൽ കൂടിയാണ് ക്രിയ ചെയ്യുന്നത്, നമ്മളിൽ കൂടിയാണ് ക്രിയ ചെയ്യുന്നത്. അല്ലാതെ വേദപുസ്തകം എടുത്തൊരു മാജിക് ബുക്കായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, അത് അങ്ങനെ ആകത്തില്ല. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കൂടി ദൈവവചനം പ്രവർത്തിക്കുമ്പോൾ ദൈവം വലിയവൻ, ദൈവം ജീവിക്കുന്നു, ദൈവം ഇന്നും ലോകത്തിൽ ഇടപെടുന്നു, ഇന്നും ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ള കാര്യം നമ്മളിൽ കൂടി വ്യക്തമാകും. ആ ഒരു ശുശ്രൂഷയിലേക്ക് നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിക്കാം. ഈ ആരാധനയിൽ പ്രത്യേകിച്ചും തിയോളജിക്കൽ സൺഡേ ആയിട്ട്, സിനഡായിട്ട് ഈ ഒരു ഞായറാഴ്ച വേർതിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവമേ, ഞങ്ങളിൽ ക്രിയ ചെയ്ത് ഞങ്ങളിലും ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ സെമിനാരികളിലും ഒക്കെ ഉണ്ടാവുന്ന, സഭയ്ക്ക് കൊടുക്കാൻ പോകുന്ന നേതൃത്വത്തെ വാർത്തെടുക്കുവാൻ,
ആ വാർത്തെടുക്കുവാനായിട്ടുള്ള ഒരു പങ്ക് എന്തുമാത്രം വലുതാണ്. അത് ഈ തലമുറയിൽ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറയിൽ പോലും ഉള്ള അതിൻ്റെ ഇഫക്റ്റ് കാണുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു കാഴ്ചപ്പാടോടെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവകരങ്ങളിൽ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വലിയ സാധ്യതകൾ നിൽക്കുവാനായിട്ട് ഈ ലോകത്തിൽ എൻ്റെ പങ്ക് ഉണ്ട് എന്നുള്ള ഉറപ്പോടെ നമ്മളെ തന്നെ സമർപ്പിക്കാം. വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു അവസരം തന്ന് പ്രിയ അച്ഛനായിട്ടും ഇവിടുത്തെ എല്ലാ ചർച്ച് ലീഡർഷിപ്പിനായിട്ടും നന്ദി കരയറ്റുന്നു. നിങ്ങളുടെ തുടർന്നുള്ള സെമിനാരിയോട് ചേർന്ന് വയ്ക്കുന്ന പ്രവർത്തനത്തിൽ കൂടെ നിൽക്കണം. തുടർന്നുള്ള ഈ കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് മുൻപോട്ട് പ്രവർത്തനത്തിന് പങ്കാളികളാണ്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു വിശ്വാസ സമൂഹമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഈ ലോകത്തിൽ നിൽക്കുവാൻ, ഫലം കായ്ക്കുവാൻ നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ തന്നെ കരങ്ങൾ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ ആരാധനയിൽ ഞങ്ങളെ പല ഇടങ്ങളിലായിരുന്നവരെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ, ഞങ്ങളെ സ്നേഹിച്ചല്ലോ, ഞങ്ങളെ കരുതിയല്ലോ കർത്താവേ. ഞങ്ങളുടെ ഒരുമിച്ചുള്ള വിശ്വാസ സമൂഹത്തിലെ യാത്രയിൽ കർത്താവേ, അവിടുന്ന് വിശ്വസ്തനായി ഞങ്ങളുടെ മുൻപേ പോയി. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതം, ഞങ്ങളുടെ സഭാപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ സെമിനാരികളുടെ ജീവിതത്തിൽ കർത്താവേ, അങ്ങ് രാജാവും നാഥനും കർത്താവുമായിട്ട് നിന്നു. വെല്ലുവിളികളെ മറികടക്കുവാനായിട്ടുള്ള കൃപ നൽകി. ഈ നാളുകളിൽ ഈ കർത്താവെ ഭാരതത്തിൽ സഭയ്ക്ക് ഒരു വലിയൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കുവാൻ, സഭയുടെ ഉത്തരവാദിത്വത്തിൽ ഈ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ എങ്ങനെയുള്ള പങ്കുണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങളെ തന്നെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളെ അവിടെ നിന്ന് നടത്തണമേ, അവിടുന്ന് മഹത്വം എടുക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അർപ്പിക്കുന്നു. ആമേൻ. എല്ലാവർക്കും 147-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം പാടാം. 147-ാം ഗീതം 1-ാമത്തെയും 3-ാമത്തെയും ചരണം. യേശുവിൻ നാമവും പ്രേമ വൃത്താന്തവും ലോകശ്രുതം എന്നെത്തിയ പഠിപ്പിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്രോസ്നായ പിതാവേ, നിരനാമം വിസ്തരിക്കപ്പെടണമേ, നിരരാജ്യം വരണമേ, നിരീക്ഷസ്രോതല പല ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരത്തിന് തരണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങൾ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ കർത്താവ് ദുഷ്ഞങ്ങൾ ഉപയോഗിക്കണമേ. രാജശക്തി മാത്രം എന്നേക്കും നിൽക്കുന്നതല്ലോ. ആമേൻ. ഒടുവിലായ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവേൻ.
സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹാശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോകാം. ആമേൻ.